ഈ സ്ഥലത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ അകത്ത് നിന്ന് ഞങ്ങൾ സൈക്കിൾ പൊക്കാറില്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഈ പരിപാടി ഞങ്ങൾക്കെല്ലാം മടുത്തു. ബോസേട്ടനൊഴികെ എല്ലാ ദിവസവും ഒരുപോലെ സൈക്കിൾ, സിനിമ, ഹോട്ടലിലെ ഫുഡ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പനും അമ്മയും കടം കയറി ആത്മഹത്യ ചെയ്തപ്പോൾ ബാങ്കുകാർ ജപ്തി ചെയ്തെടുത്ത് ഞങ്ങളുടെ വീടിന് മുന്നിൽ പോയി നോക്കി നിൽക്കും. പിന്നെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും പോയാൽ പിന്നെ നമ്മൾ തനിച്ച. വേറെ ആരുണ്ടെന്ന് പറയും. വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ പോലെ ആവില്ല. ഇതാണ് ഇവൻ പറഞ്ഞ സാറ്. വരൂ സർ, അങ്ങോട്ട് ഇരിക്കാം. വാ ബോസേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ സാറ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്യൂസ്. നമസ്കാരം. എനിക്കിതൊന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറ്റോ ഇല്ലയോ എന്നൊന്നറിയണം. കാശ് കിട്ടുന്ന പരിപാടിയാണെങ്കിൽ സ്വന്തം അപ്പനെ വരെ ഒറ്റ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഒറ്റ കൊടുക്കും. ദാറ്റ് ഈസ് ബോസ് പ്രകാശ്. സാറ് ധൈര്യമായിട്ട് പറ. വല്ല തീവണ്ടി വിമാനമൊക്കെ അടിച്ചു പറ്റിക്കൊണ്ടിരുന്ന കേസാണെങ്കിൽ അത് പറഞ്ഞേക്കരുത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് പട്ടരസ്വാമി എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ കൂടെയാണ്. വെറും ഒരു മുതലാളിയല്ല, കോയമ്പത്തൂരും മധുരയിലും മൈസൂറുമൊക്കെ പല പല ബിസിനസ്സുകളും നടത്തുന്ന ഒരു വലിയ തിമിംഗലം. ഞാൻ പട്ടരസ്വാമിയുടെ എല്ലാമാണ്. ഡ്രൈവർ, മാനേജർ, അങ്ങനെ എല്ലാം. ഞാൻ സ്വാമിയുടെ കൂടെ ചേരുമ്പോൾ സ്വാമി എന്തായിരുന്നു അതിനേക്കാൾ 1000 മടങ്ങായി സ്വാമി എന്ന് വളർന്നു. പക്ഷേ അങ്ങയുടെ ഏറ്റവും വിശ്വസ്തനായ ഞാൻ അതനുസരിച്ച് വളർന്നു എന്ന് അയാൾ അന്വേഷിക്കുന്നേയില്ല. മറ്റന്നാൾ പുലർച്ചെ 3 മണിക്ക് ഞാനും പട്ടരസ്വാമിയും മാത്രമായി തഞ്ചാവൂർക്ക് പുറപ്പെടും. ഞങ്ങളുടെ കാറിൽ 3 കോടി രൂപയുണ്ടാവും. എങ്ങനെ, ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കാറിൽ നിന്നും ആ പണം കൈവശമാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നേർപകുതി നിങ്ങൾക്ക്, പകുതി എനിക്ക്. ചില മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്. സമ്പാദ്യം മുഴുവനും ഏതെങ്കിലും തേവിടിച്ചയ്ക്ക് അനുഭവിക്കാൻ കൊടുത്താലും കൂടെ ചങ്കായി നിൽക്കുന്നവന് ഒരു ചില്ല് പോലും കൊടുക്കുകയില്ല. അതുകൊണ്ട് നിറകേടാണ് കാണിക്കുന്നതെങ്കിലും എനിക്ക് ലേശം പോലും കുറ്റബോധമില്ല. ആലോചിക്കണോ? ആലോചിച്ചാലൊന്നും നടക്കൂല സാറേ. സ്വപ്നങ്ങൾ കുറേ ഞങ്ങൾക്കുണ്ട്. രാഘോ, ഏറ്റി സാറേ, ഞങ്ങ ഏറ്റി. എന്നാ ഞാനങ്ങോട്ട്. മറ്റന്നാൾ പുലർച്ചെ കാറിൽ കയറുന്നവരെ ഓരോ നീക്കവും ഞാൻ ഫോണിലൂടെ അറിയിക്കാം. ഇയാളെ ഇന്നാ ഞാൻ പരിചയപ്പെട്ടത്. വിശ്വസിക്കാമെന്ന് ഇയാളെ പരിചയപ്പെടുത്തിയ ആൾ എന്നോട് പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ പിടിയിലാവുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എൻ്റെ പേര് പുറത്തു വരരുത്. അല്ലേ? അങ്ങനെയല്ലേ? സാർ ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല.